ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം കാണാൻ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതാ മക്കളെ മാങ്ങ പറിച്ചാണ് കേട്ടോ. ഇതാക്കണ കുറേ ചുവട്ടിലും ചാടിക്കിടക്കുന്നുണ്ട്, കുറേ മരത്തുമ്മുണ്ട്. അപ്പോൾ അതാ ഞാൻ കുറേയൊക്കെ മരത്തുമെന്ന് പറിച്ച് കണ്ട് ഇങ്ങനെ നമ്മളെ കൊട്ടിക്ക് ഇടുകയാണ് കേട്ടോ. പിന്നെ മരത്തുമെന്ന് പറിച്ച് കണ്ട് അപ്പം തന്നെ ലൈവായിട്ട് ഇങ്ങനെ തിന്നണം. അപ്പം തന്നെ കൊണ്ടേക്കാതെ നല്ല രസമാണ് കേട്ടോ അത് അപ്പം തിന്നണത്. അപ്പം നമ്മൾ ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ കുടിച്ചിക്കാണ്ട് നമ്മളെന്താട്ടി മാങ്ങ അരച്ചാൻ പോയതാണ് കേട്ടോ. രാവിലെ തന്നെ മാങ്ങയാണ് പറിച്ചത്. ഇങ്ങിട്ടാണ് നമ്മൾ അടുക്കളയിലേക്ക് കയറുന്നത് കേട്ടോ. മാങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. വേഗം ആദ്യം മാങ്ങ പോയി പൊറുക്കിക്കൊണ്ടുവരും, എന്നിട്ട് പിന്നെ ബാക്കി പണിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ ഞാൻ കുറേ ചോട്ട് ചാടിയതും പറിച്ചു. അപ്പം ഞാൻ അതാക്കണ ഒരു മാങ്ങ നല്ലോണം തുടച്ചിട്ട് ഞാൻ തിന്നാണ് കേട്ടോ. കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല, മഴ അങ്ങനെ പെജ്ജല്ലേ, എത്ര വട്ടാ മഴ ചെയ്തിക്കണത്. അപ്പോൾ പിന്നെ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ പറിച്ചപ്പം തന്നെ ഒരു മാങ്ങ തിന്നുമ്പം അത് വല്ലാത്തൊരു വൈബാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു മാങ്ങയും കടിച്ച് പറിച്ച് ഞാൻ അങ്ങനെ പോന്നിട്ടോ. അങ്ങനെ പോന്നിഞ്ഞ് രാവിലെ തന്നെ ഇനി ഒരു മാങ്ങ തിന്നല്ലോ. അപ്പോൾ പള്ളിയിലെ പൈപ്പൊക്കെ കുറച്ച് ഇതായിക്കണം കേട്ടോ. അപ്പം ഞാൻ അപ്പം ചുടട്ടെ എന്ന് വിചാരിച്ച് അപ്പം മാവൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടോ. അപ്പോൾ ആ മാവിൽ ഞാനിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ചട്ടി ഒന്ന് ചൂടാക്കാൻ വെക്കാമല്ലോ, ഇനിയിട്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാം. ഉപ്പൊക്കെ ഇട്ട് സെറ്റാകുമ്പോഴത്തേന് ചട്ടി ഒന്ന് ചൂടായി കിട്ടും ചെയ്തോളല്ലോ. അങ്ങനെ ചട്ടിയൊക്കെ ഒന്ന് ചൂടാകട്ടെ. ഇനി നമുക്ക് ഉപ്പിട്ട് കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം എങ്ങനെ എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും പെരുന്നാളൊക്കെ കഴിഞ്ഞ് സ്കൂളും തുറന്ന് പടയൊക്കെ കഴിഞ്ഞില്ലേ? പടച്ച തമ്പുരാനെ 2 മാസം എന്തേനില്ലേ പേരൻ്റെ ഉള്ളിൽ ഒച്ചയും പുളിയും ആയിട്ടില്ലേ, അടിയും പൊടിയും. ഇപ്പം ആണെങ്കിലോ നേരം വെളുത്ത സ്കൂള് മദ്രസ് സ്കൂള്. ഇപ്പം ആണെങ്കിൽ വലാലാൾ പോയാലും വെറിയാണ് കേട്ടോ. അല്ലെങ്കിൽ രണ്ടും ഇങ്ങനെ തല്ല് കൂടിക്കൊണ്ടാണ് കേട്ടോ. ഒച്ചയും പുളി ഉണ്ടാക്കിക്കാണ്ട് ഞാൻ പറയാം സ്കൂളൊന്ന് തുറന്നെങ്കിൽ എന്ന് പറയാം. എല്ലാ പേരിലും അവസ്ഥ ഇതൊക്കെ തന്നെ ഇനിക്കാരം. ഏതായാലും സ്കൂളൊക്കെ തുറന്ന് ഇപ്പം മക്കൾ പോയാൽ വല്ലാത്തൊരു വെറിയാണ് കേട്ടോ. ഒരു ഒച്ചയും പുളിയൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ഈ ചട്ടിയൊക്കെ ചൂടായി എണ്ണയൊക്കെ പുരട്ടി അപ്പം ചൂടാണ് കേട്ടോ. മാവ് കുറച്ചൊക്കെ ഒന്നും ഇങ്ങോട്ട് ശരിയായിട്ടുള്ളൂ ഇനി കേട്ടോ. പക്ഷേങ്കിൽ ഇപ്പം എന്താണെന്നറിയില്ല, തണുപ്പായിട്ടാണ് തോന്നുന്നുണ്ട്. മഴയൊക്കെയല്ലേ അതാ തോന്നുന്നുണ്ട്. പിന്നെ മാവൊക്കെ ഒന്ന് നൊരച്ച് ഇങ്ങോട്ട് വരാനൊക്കെ വല്ലാത്തൊരു മടിയുണ്ട് കേട്ടോ മാവിന്. കുറേ ചൂടുവെള്ളത്തിൻ്റെ മേലെയൊക്കെ വെച്ച് നോക്കി, എന്താ അറിയില്ല. ഇനി ഈസ്റ്റ് വാങ്ങിക്കൊണ്ടിരണം. ഞാൻ ഈസ്റ്റ് തന്നെയാണ് ഉപയോഗിച്ചത്. ഇപ്പം അപ്പസോഡയാണ്, അതുകൊണ്ട് ഇപ്പോൾ വലിയൊരു പുറസത്തില്ല കേട്ടോ. ഇനി ഒരു ഈസ്റ്റിൻ്റെ കുപ്പി വാങ്ങിക്കൊണ്ടിരണം, എന്നെങ്കിലേ അപ്പം ശരിയാവുള്ളൂ. അങ്ങനെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചുകൊണ്ടാണ് മാങ്ങ അരച്ചാൻ പോയത്. എന്നാലും ഒരു ഗ്ലാസ് ചായ കുടിച്ചണം, എന്നെങ്കിൽ പിന്നെയും ഒരു റാഹത്താവുള്ളൂ കേട്ടോ. അങ്ങനെ അപ്പമൊക്കെ ചുട്ട് നമ്മൾ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അപ്പത്തേക്ക് ഇപ്പോൾ ചാറുണ്ടാക്കണേ വെച്ചിപ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് ചട്ടിനി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം അവിടെ വേഗട്ടെ. അപ്പോൾ തന്നെ നമുക്ക് തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ തേങ്ങ ചിരണ്ടണം. അപ്പോൾ തേങ്ങയൊക്കെ എടുത്തു നിൽക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ മക്കളെ, നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർന്നും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളേ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് വീഡിയോ ഇനി ഇടണം എന്നിങ്ങനെ തോന്നുള്ളൂ. പിന്നെ ലൈക്കും കമൻറ്റൊക്കെ കമ്മിയായാൽ നമുക്കിങ്ങനെ വീഡിയോസൊന്നും ഇടാൻ തോന്നൂലേ. അപ്പോൾ ബാക്കിയുള്ള അപ്പം ചുട്ടെടുക്കണുണ്ട്. പിന്നെ തേങ്ങ ചിരണ്ടണുണ്ട്. നേരം വെളുത്ത ഒരു 10-11 മണി ആകോളം ഒരു 10 കജ്ജുണ്ടായാലും തികയില്ലല്ലേ. അത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി പിന്നെ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്ത് അരക്കണുണ്ട്. ഒരു കജ്ജുകൊണ്ട് അപ്പം എടുക്കണുണ്ട്. അതാ ഞാൻ പറഞ്ഞത് ഒരു 10 കജ്ജുണ്ടായാലും നേരം വെളുത്താൽ തികയില്ല എന്നുള്ളത്. അങ്ങനെ തേങ്ങയൊക്കെ അരച്ച് കിട്ടിക്കണം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള അപ്പം കൂടി ഉണ്ടല്ലോ, അതും കൂടിയൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പം അങ്ങനെ ഞാൻ ബാക്കിയുള്ളതും ഇങ്ങനെ ചട്ടിയിൽ അങ്ങനെ പാരനെയാണ് കേട്ടോ. അപ്പം അങ്ങനെ അപ്പമൊക്കെ ഒരു ഭാഗത്ത് റെഡി ആകട്ടെ, ചട്ടിനിക്കുള്ളത് ഒരു ഭാഗത്ത് റെഡി ആക്കട്ടെ. അപ്പം ഞാൻ അപ്പം
ചട്ടിയിൽ നിന്ന് എടുത്തപ്പം പിന്നെ ഞാൻ ചട്ടി അങ്ങനെ ചൂടായിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മിക്സി ഒന്നുകൊണ്ട് ഓഫാക്കിനി കേട്ടോ. അങ്ങനെ അതൊക്കെ ആയി കേട്ടോ. ഇനി നമുക്ക് എന്താട്ടണം, ചട്ടിനി ഉണ്ടാക്കണല്ലോ. അതിന് അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ കുറച്ചും കൂടി ചായക്ക് വെള്ളം വെച്ചിരിക്കുന്നു കേട്ടോ. ചായ ഞാൻ കുട്ടികൾക്ക് മദ്രസക്ക് പോകാൻ വേണ്ടി ലേസം കാച്ചിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി കാച്ചണമല്ലോ. ഇവിടെ എത്ര ചായ ഉണ്ടായാലും തികയില്ല കേട്ടോ. കുറച്ച് ചായ ഉണ്ടാക്കിക്കണെങ്കിൽ തികയില്ല, കുറേ ഉണ്ടെങ്കിൽ ആർക്കും വേണ്ടി വരില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഇതാണ്. അങ്ങനെ ചായപ്പൊടിയും പഞ്ചാര ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ ചട്ടി ചൂടായപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചട്ടിനിക്ക് അങ്ങനെ ഒരു പൊടിയോളം കടുക് ഇട്ട് കൊടുത്ത് കടുക് കരിയേപ്പ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇനി കടുക് പൊട്ടി വരട്ടെ. ഇനിയിട്ട് നമുക്ക് എന്താട്ടണം, കരിയേപ്പിൻ്റെ അരിയും ഇട്ടുകൊടുത്ത് നമ്മളെ ചട്ടിനി അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം നമുക്ക്. അപ്പോൾ പണികളൊക്കെ കജൂട്ടാം. എന്നിട്ട് പിന്നെ ചോറും കൂട്ടാനും ഉണ്ടാക്കുകയാണല്ലോ. അങ്ങനെ കടുക് പൊട്ടിക്കഴിഞ്ഞ് കരിയേപ്പ് ഇട്ട് ഒന്ന് ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്ത് അരച്ച തേങ്ങയാണ് പാർന്ന് കഴിഞ്ഞാൽ ചട്ടിനി റെഡി ആയിട്ടോ. അങ്ങനെ ചായക്ക് വെച്ചതുണ്ടല്ലോ, അതിൻ്റെ തിരിച്ചാണ്ട് ഓഫാക്കുകയും ചെയ്തു. ഇനി കുറേ നേരം കടന്നങ്ങനെ തിളക്കണ്ടല്ലോ. അങ്ങനെ ലേസം വെള്ളം എടുത്തുകൊണ്ട് നമ്മളെ ജാറൊന്ന് ചുറ്റിപ്പാർന്ന് പൊടിയോളം ഉപ്പ് ഇട്ട് കൊടുത്താൽ ചട്ടിനിയും റെഡിയായി. ഇനി നമുക്ക് പോയി മിറ്റടിച്ചു വരണം, അകടിച്ചു വരണം, തുടക്കണം, പാത്രം മോറണം, പിന്നെ മുറ്റടിച്ചു വരൽ പറഞ്ഞില്ലേ, പിന്നെ കുട്ടികളെ പറഞ്ഞേക്കണം. ഇതൊക്കെ പണിയുണ്ട്. ഇപ്പം മക്കൾക്കൊന്നും സ്കൂളില്ലാത്തതുകൊണ്ട് 10:30 മണിക്ക് പണി കഴിഞ്ഞാൽ നമ്മളിതിപ്പം 12 മണി ആയിട്ടും കജ്ജണില്ല കേട്ടോ. ഓരോ കാര്യം നോക്കണ്ടേ. അങ്ങനെ മോട്ടർ ഇട്ട് പിന്നെ ഞാനിതാ മിറ്റടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് മിറ്റൊന്നിങ്ങനെ അവിടെയും ഇവിടേക്ക് ഒന്ന് തോണ്ടിയെടുക്കണം. പിന്നെ ഇങ്ങനെ സീറ്റ് ഇട്ടുകൊണ്ട് തന്നെ മുറ്റത്ത് വലിയൊരു പുല്ലല്ല ചമ്മലുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ ബാക്കിലാണ് ഉണ്ടാവുക കേട്ടോ. അത് നമ്മളെ മാങ്ങ ഉണ്ടല്ലോ അവിടെ. അപ്പം അത് അവിടെയാണ് നല്ലോണം ഇലകളുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് മുന്നേ ഒന്ന് അവിടെ ഇവിടേക്ക് ഒന്ന് ഇങ്ങനെ തോണ്ടിയിട്ട് ഇങ്ങനെ പോരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചമ്മലിൽ മാത്രം. അപ്പോഴാണ് അവിടെ താഴത്തെ പേരിലൊരു താത്ത വന്നിരിക്കണം കേട്ടോ. അപ്പം ഞാൻ ആ താത്താനോട് ഇങ്ങനെ വർത്താനം പറയണം കേട്ടോ. അപ്പം നമ്മളറിയണൊരു താത്ത തന്നെയാണ് കേട്ടോ. ആ താഴത്തെ പേരേക്ക് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ വർത്താനം ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ അവിടെ കുട്ടീനെ കുളിപ്പിച്ചാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് കുറച്ചേരൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് അവിടെയും ഇവിടെയൊക്കെ കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ടേനി അതൊക്കെ ഇങ്ങനെ കജ്ജോണ്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കജ്ജോണ്ടല്ലാതെ കാലുകൊണ്ട് പുല്ലരച്ചാൻ പറ്റുമല്ലേ. എന്തൊരു പൊട്ടത്തരാ ഞാൻ ഈ പറയണേല്ലേ. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് പുല്ലുണ്ടായിനി അതൊക്കെ ഒന്ന് പറിച്ചിട്ടിട്ട് ഞാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ താത്ത ഇങ്ങനെ ചോദിച്ചാണ് കേട്ടോ, അവിടെ ആളില്ലേന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു കാർ അവിടെ കാണാനല്ല, ഇനി അവിടെ താത്തയും കുട്ടികളും ഉണ്ടോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ടോ. അപ്പം ആ താത്ത ഇങ്ങനെ ഗേറ്റ് ഇങ്ങനെ തുറക്കണം കേട്ടോ. അപ്പോൾ താത്താക്കാണെങ്കിൽ ഗേറ്റ് തുറന്നിട്ട് കിട്ടണമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു എടീ ഗേറ്റ് തുറന്നിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മളെ ക്യാമറ ഒന്ന് ഓഫാക്കാൻ വേണ്ടിയാണ് ഈ വരുന്നത് കേട്ടോ. അങ്ങനെ ക്യാമറ ഓഫാക്കി ഞാൻ എന്താട്ടി അവിടെ ചെന്ന് ഗേറ്റൊക്കെ തുറന്നു കൊടുത്തപ്പം അവിടെ ആളില്ല കേട്ടോ. ഒരു വിരുന്ന് വയ്ക്കണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോകുന്നു. നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ട് അതൊക്കെ ഒന്ന് മോറണം. പിന്നെ ചോറ്റിന് അരി ഇടണമല്ലോ. അപ്പോൾ ഒന്ന് കുറച്ച് ചോറ് നമ്മൾ എന്താട്ടണമെന്ന് പറയാം കുക്കറിലാണ് വെക്കണം കേട്ടോ. ഇന്നിപ്പോൾ ചടുപ്പത്ത് തിരിച്ചുകൂട്ടാനാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അപ്പോൾ അരി ഞാനൊന്ന് കുക്കറിൽ കേക്ക് എടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്നുണ്ടല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ വറകും കജാനയിക്കണം കേട്ടോ. അപ്പം കുറച്ചിങ്ങനെ അടുപ്പത്തും ഗ്യാസുമേലൊക്കെ ഇങ്ങനെ നമ്മൾ തിരിച്ചുകൂട്ടി പോകാമെന്നിങ്ങനെ വിചാരിച്ചിട്ടോ. രണ്ടും വേണമല്ലോ. വറക് കഴിഞ്ഞാലും ഗതിയേട്, പിന്നെ ഗ്യാസ് കഴിഞ്ഞാലും ഗതിയേട് എന്ന് പറഞ്ഞില്ല. ഏതായാലും നമ്മൾ കുറച്ച് ചോറ് അത് കുക്കറിലിട്ടേക്കണുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് വിസിൽ വരുന്നവരെ കാത്തുക്കട്ടോ. അപ്പം ഒന്ന് വിസിൽ വന്നാൽ മതി കേട്ടോ. അങ്ങനെ നമ്മളെന്താട്ടി ചോറ് അടുപ്പത്തിട്ടിട്ട് വേഗം പാത്രം മോറാൻ വേണ്ടി വന്നിക്കണം കേട്ടോ. ഇനി നമുക്ക് വേഗം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പെട്ടെന്ന് മോറിയെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മക്കളെയൊക്കെ പറഞ്ഞേക്കണം. അതാ പറഞ്ഞത്, നേരം വെളുത്ത് കഴിഞ്ഞാൽ ഒരു 10 കജ്ജുണ്ടായാലും തികയില്ല എന്നുള്ളത്. അതെടുക്കണം ഇതെടുക്കണം എന്തെല്ലാം പണികളാണല്ലേ. ഇന്ന് പറയണവർ പറയും എത്താപ്പം എനിക്ക് ഇവിടെ പണി എന്നല്ല, മല മറിച്ചണ പണി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചവർക്ക് ഇപ്പം അത് പറഞ്ഞാൽ പോരെ, ഞമ്മക്കല്ലേ അറിയുള്ളൂ അല്ലേ. അങ്ങനെ ബാക്കിയുള്ള പാത്രങ്ങളും ഒക്കെ മോറിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താട്ടണമെന്നറിയാം, പിന്നെ ഉരച്ച് വെച്ചതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മോറി നമ്മളെ കയ്യിലാറ്റത്തുമ്പോൾ നമുക്കൊന്ന് പിന്നെ മോറി വെക്കാട്ടോ. അപ്പോൾ അതിന് മിന്നൂട്ടി അവസാനം എന്തൊക്കെയോ ചോദിക്കണുണ്ട് കേട്ടോ. അതൊന്നും കാണൂല ചില നേരത്ത് പോകാൻ നേരത്ത്. അപ്പോൾ അതൊക്കെ തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വേഗം
ഒന്ന് ചായ കുടിച്ചിട്ടേ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ചായ കൊടുത്തു. അങ്ങനെ ഇഞ്ച ചായ കുടിയും തുടങ്ങട്ടെ, എന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇനി തുടക്കലും നമ്മൾ മക്കൾ പോയിട്ടേ തുടക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ രണ്ടാം പണി ഈക്കാരം. ചവിട്ടിയോടെ തന്നെ പിന്നെയും തുടക്കുക, അല്ല തുടച്ചോടെ തന്നെ പിന്നെയും തുടക്കുക, ചവിട്ടി അങ്ങനെ നടക്കും. അപ്പോൾ പിന്നെ ഒരു പോയിട്ടാണ്ട് തുടച്ചാൽ പിന്നെ രണ്ടാം പണി എടുക്കണ്ടല്ലോ. അങ്ങനെ അപ്പം ചട്ടിനിയും കൂട്ടി തിന്നാണ് കേട്ടോ. എന്നാലും മാവ് ഉസാറായിട്ടില്ലെങ്കിലും നല്ല അടിപൊളി ആയിക്കണം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചിനി നന്നാവൂലേ എന്നുള്ളത്. അങ്ങനെ ഞാൻ പിന്നെ ചോറ് ചെമ്പട്ടിയിൽ നിന്ന് ഈ ഓട്ടപാത്രത്തിൽ കൂറ്റി പിന്നെ ഓന് കൊണ്ടക അല്ലേ പാത്രത്തേക്ക് ആക്കി കൊടുക്കാൻ കേട്ടോ നമ്മളെ കുട്ടീൻ്റെ. അങ്ങനെ ഓൻ്റെ പാത്രമൊക്കെ സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ വെച്ച കുറച്ച് കോഴിക്കറി ഉണ്ടായിന് കേട്ടോ. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ അയിമൺ തള്ളിയിടാന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇന്നിപ്പോൾ ഞാനല്ലേ ഉള്ളൂ, മക്കളൊക്കെ പോയില്ലേ. ഈ കുറച്ച് ചാറും കൂട്ടിയിട്ട് നമുക്കും ചോറ് കഴിച്ചാന്ന് വിചാരിച്ചു. പിന്നെ മീൻ കിട്ടുമ്പോൾ നമുക്ക് മീൻ നന്നാക്കി എടുക്കാമല്ലോ. അപ്പം ഓന് ഞാൻ ആ ചാറും രണ്ടെണ്ണം പിന്നെ ഞാൻ അതിൽ തന്നെ വെച്ചിരിക്കണം കേട്ടോ. ഉച്ചക്ക് കൂട്ടാൻ വിചാരിച്ചിട്ട്. അപ്പം മീൻ മാങ്ങി വെച്ചിനി കേട്ടോ. അപ്പോൾ ആ മീൻ മാങ്ങി വെച്ചത് ഞാൻ പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിക്കാണ്ട് ഉരുകി ഐസ് പോയതിന് ശേഷം നമുക്ക് പൊരിച്ച ചാറൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അത് ഞാൻ ഇട്ട് വന്നിട്ട് പിന്നെ അകടിച്ചു വരാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സനുട്ടന് സ്കൂൾക്ക് പോകാൻ വേണ്ടി റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാറ്റുകയാണേ. അപ്പോൾ ഇങ്ങനെ ഞാൻ ക്യാമറ ഓൺ ആക്കിയിരിക്കണ കാരണം അപ്പോൾ അവിടെ തന്നെ നിന്നതാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഓരോരുത്തർ പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അകടിച്ചു വരുന്നുണ്ട്. ഇനി തുടക്കൽ ഓലാണ്ട് ഇറങ്ങിയിട്ടേ തുടക്കുള്ളൂ കേട്ടോ. അപ്പം അതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ ഇപ്പം നമ്മളെ വർത്താനമൊക്കെ നിങ്ങൾക്ക് പറ്റണുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. കുറേ ശുദ്ധ മലയാളം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അതിൻ്റെ അടിയിൽ നമ്മൾ ഈ പച്ച മലയാളം തന്നെ കയറി വരും കേട്ടോ. അപ്പോഴാണ് ഈ മാങ്ങ കൊടന്ന് വെച്ചപ്പോഴാണ് നല്ല വെയിലറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചേ കുറച്ച് മാങ്ങ നമുക്ക് പൂണ്ടുകാണ്ട് വെയിലത്ത് വെച്ചാണ്ട് ഉണക്കിയാൽ നമുക്ക് മാങ്ങ കഴിഞ്ഞാലും പൂതിയാകുമല്ലോ തിന്നാൻ. അപ്പോൾ നമുക്ക് ഈ കുറച്ച് മാങ്ങാത്തോലൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തിന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ എന്താട്ടിന്നറിയാം, വേഗം കുറച്ച് മാങ്ങ ഇങ്ങനെ ചെത്തി നമ്മൾ ആ തട്ടിൽ ആയിട്ട് വിരിച്ച് കൊണ്ടേക്കാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേങ്കിൽ മാങ്ങാത്തോല് തിന്നണത് വേറൊരു രസം, മാങ്ങ തിന്നണത് വേറൊരു രസം. മാങ്ങ തിന്നണ രസം തോലുന്നാൽ കിട്ടൂലല്ലോ, തോലുന്നണ രസം മാങ്ങ എന്നാലും കിട്ടൂല. അപ്പം ഇതുവരെ ഈ മാങ്ങ തിന്നില്ല, ഇനി തോല് കുറച്ച് നമുക്ക് തിന്നോക്കാം. അപ്പം ഞാൻ മാങ്ങൻ്റെ 2 സൈഡും അരിഞ്ഞ് പിന്നെ നടുക്ക് ഇങ്ങോട്ട് വരഞ്ഞ് ഒരു 3 കഷ്ണാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ തട്ടിലാക്കി വെച്ചിട്ട് നമുക്ക് വെയിലത്ത് കൊണ്ടുപോയി വെക്കാം കേട്ടോ. ഞാൻ വിചാരിച്ചിനി മഴ പെജ്ജോന്നൊരു പേടിയൊക്കെ ഉണ്ടായിന് കേട്ടോ. പെയ്ത് കഴിഞ്ഞാൽ പെട്ട് അപ്പം അങ്ങനെ ഞാൻ വെയിൽ പോണതിൻ്റെ മുന്നേ തന്നെ വേഗം ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. മാങ്ങ തിന്നാനും പൂതിയുണ്ട്, അണ്ടി ഈമ്പിക്കാനും പൂതിയുണ്ട്. പക്ഷേങ്കിൽ വെയിൽ പോകുമെന്നുള്ളൊരു ഇതിനോട് പെട്ടെന്ന് അങ്ങനെ അരിഞ്ഞെടുക്കാണ് കേട്ടോ. അപ്പം അങ്ങനെ മാങ്ങയൊക്കെ അരിഞ്ഞ് തട്ടിലൊക്കെ ആക്കി വെച്ച് ഞാൻ വെയിലത്ത് കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ടൊക്കെ മറ്റന്നാൾ വരട്ടെ. എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ്.